യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അവരോട് ഇങ്ങോട്ട് വരാൻ പറ. വരൂ. ഇതാ മേഡം ഓർഡർ. ഇത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അറിയിപ്പാണ്. കോർട്ടിൽ നിന്നുള്ള ഓർഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പ്ലീസ് കോപ്പറേറ്റ്. നോ ഫോർമാലിറ്റീസ്. യു ക്യാൻ പ്രൊസീഡ്. പരിശോധന കഴിയുന്നവരെ അകത്തുനിന്നാരും പുറത്തും പോകാൻ പാടില്ല, പുറത്തുനിന്നാരും അകത്തേക്ക് വരാനും പാടില്ല. പുറത്ത് പോലീസിന്റെ കാവലുണ്ട്. എല്ലാവരും സെൽഫോണുകൾ സറണ്ടർ ചെയ്യണം. മറ്റു ഫോണുകളൊന്നും ഉപയോഗിക്കരുത്. ഞങ്ങളുടെ പരിശോധന കഴിയുന്നവരെ സഹകരിക്കണം. ശരി സർ. Come on. Okay, sir. നിങ്ങളിതെവിടെയാ? അവര് വന്നോ? വന്നു. തുടങ്ങിയോ? ആ തുടങ്ങി. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നേ? ആ ഫോണിൽ തന്നെ. ആ നിങ്ങളൊന്ന് പുറത്തു നിന്നേ. നോക്കടോ. വടം. പിന്നെ നിങ്ങൾ എടുക്കേണ്ട ഫയലുകളും സിസ്റ്റത്തിൻ്റെ നമ്പറും ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഹാർഡ് ഡിസ്കുകൾ എടുക്കണം. ശരി സാർ. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ചെല്ല്. We are from Enforcement Department. ആരും പുറത്തു പോകാൻ പാടില്ല. ഇപ്പോൾ ഈ ഓഫീസ് ഞങ്ങൾ റെയ്ഡ് ചെയ്യാൻ പോവുകയാണ്. പുറത്തുനിന്നും ആരെയും അകത്തേക്ക് വിടില്ല. എൻട്രൻസിൽ ഞങ്ങളുടെ ആൾക്കാരുണ്ട്. മൊബൈൽ ഫോണും ലാൻഡ് ഫോണും ആരും ഉപയോഗിക്കാൻ പാടില്ല. കുര്യൻ, എന്താ ഇതൊക്കെ? വീട്ടിൽ എൻഫോഴ്സ്മെന്റിന്റെ റെയ്ഡ് നടക്കുന്നുവെന്ന് വൈഫ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. സാർ, പുറത്ത് വിടില്ല, ഫോൺ വിളിക്കരുതെന്നൊക്കെ പറഞ്ഞ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണ്ടേ? ഒരേ സമയം വീട്ടിലും കമ്പനിയിലും റെയ്ഡ് നടത്താൻ എൻ്റെ ചേച്ചി ഇതിന് തക്ക വിധം എന്ത് തെറ്റാ ചെയ്തതെന്ന് എനിക്കറിയണം. മിസ്റ്റർ പവിത്രൻ, ഞങ്ങൾ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത്. അതിന് തടസ്സം നിന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വരും. സാർ, ഒഫീഷ്യലായിട്ട് ഈ വിവരം ചെയർമാനെ അറിയിച്ചിട്ടുണ്ടോ? അറിയിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കമ്പനിയുടെ ചെയർമാനെ എൻ്റെ ചേച്ചിയെ ഒന്ന് വിളിക്കാമോ? ഒരു ഫോണും ഉപയോഗിക്കാൻ പാടുള്ളതല്ല. എല്ലാവരുടെയും ഫോണും മേടിക്കൂ. സാർ, ഇവിടെ നിന്ന് നിങ്ങൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. മാഡം കൃത്യമായി ടാക്സും GSTയും അടയ്ക്കുന്ന ആളാ. അക്കൗണ്ട്സ് എല്ലാം പ്രോപ്പറായി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. വെറുതെ ഷോ ഓഫ് കാണിക്കാന്നല്ലാതെ. വെറുതെ നമ്മൾ തമ്മിൽ എന്തിനാ സംസാരിച്ച് മുഷിയുന്നത്? ചെയ്യാനുള്ളത് ചെയ്തിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. നിങ്ങളുടെ അക്കൗണ്ട് സെക്ഷൻ എവിടെയാ? അവിടെയാ. ചെല്ലേ, കാണിച്ചു കൊടുക്കാം. വരും.
കുഴപ്പമില്ലതുണ്ടോ ഏട്ടത്തി? എനിക്ക് പേടിയാവുക. എന്തിന്? നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അക്കൗണ്ട്സും ഫയൽസും ഒക്കെ അപ്ഡേറ്റഡ് ആണ്. പിന്നെന്തിനാ നമ്മൾ ഭയപ്പെടുന്നത്? ഇതുപോലൊരു ദിവസം ഫാക്ടറിയിൽ റെയ്ഡ് നടക്കുന്നു കേട്ട് പോയതാ വിശ്വേട്ടൻ. ഗീതമ്മ പ്ലീസ്. ഇവര് അമ്മയെ അറസ്റ്റ് ചെയ്തോണ്ട് പോവോ? എന്തിന്? അല്ല, രൂപേഷ് ഏട്ടാ ഒന്ന് മിണ്ടാതിരിക്കെ. അവരവിടെ എന്താ ചെയ്യുന്നേന്നറിയാൻ എന്താ ഒരു വഴി? എന്റെ അമ്മേ, അതിനൊക്കെ ഇപ്പൊ വഴിയുണ്ട്. നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ റെക്കോർഡ് ചെയ്യാൻ സംവിധാനങ്ങളുണ്ടിപ്പോ. ആഹാ, അങ്ങനെ ഒരെണ്ണം ഉണ്ടെങ്കിലേ നമുക്ക് ചേച്ചിയുടെ മുറിയിൽ ഫിറ്റ് ചെയ്താലോ? അവര് പറയുന്നതൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കേൾക്കാം. ഞാനിപ്പോ വരാം. സാറേ, താൻ ചെല്ലടോ. സാർ, ഇതാരും ഒറ്റിയതാ, അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു... നോ കമന്റ്സ്. സാർ, ഞങ്ങൾ 10-25 കൊല്ലമായി വളരെ സത്യസന്ധമായി ബിസിനസ് ചെയ്യുന്നവരാ. കീപ് ക്വയറ്റ്. അവരെന്താ അപ്പച്ചിയുടെ മുറിയിൽ കയറാത്തെ? അന്നവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവസാനേ അവരുടെ മുറിയിൽ കയറും. എന്നാലും എനിക്കിതങ്ങ് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും സ്വർണ്ണവും ഡയമണ്ടും ഒക്കെ അവര് കൊണ്ടുപോവില്ലേ? കൊണ്ടുപോവും. കേസൊക്കെ കഴിഞ്ഞ് പ്രോപ്പർ രേഖകളൊക്കെ കാണിച്ചാ ചിലപ്പോ നമുക്ക് തിരിച്ചു കിട്ടും. പക്ഷേ അതിന് വർഷങ്ങളെടുക്കും. ഓർത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുക. അവര് കൊണ്ടുപോകുന്നതേ എത്ര ലക്ഷം രൂപയുടെ മുതലാ. ഒപ്പം ചേച്ചിയും കൊണ്ടുപോവില്ലേ? പോകുന്നത് ലക്ഷങ്ങളുടെ മുതലാണെങ്കിലേ നമ്മുടെ കയ്യിൽ വരാൻ പോകുന്നത് കോടികളുടെ സ്വത്താ. ഇത് ഗിരിജയുടെ വല്ല പ്ലാനും ആണോന്ന് എനിക്കൊരു സംശയമുണ്ട്. പവിയേട്ടന് സ്ഥലത്തില്ല. എപ്പ നോക്കിയാലും ഗിരിജ ഫോണിൽ വിളിച്ച് കുശകുശാന്ന് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. ആ ഗിരിജാന്റിയുടെ ശ്രേയയുടെ ഫോണിനെ ഇപ്പോഴാ ഇത്ര റെസ്റ്റ് കിട്ടിയത്. അങ്കിളെ, അവര് നമ്മുടെ ഫോൺ വാങ്ങി വെച്ചിരിക്കുന്നതേ വെറുതെ ഒന്നുമല്ല, ആരെയും വിളിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മുടെ ഫോണെങ്ങാനും പരിശോധിക്കുമോന്ന് എനിക്കൊരു സംശയം. സംശയം ഉണ്ടെങ്കിൽ പരിശോധിക്കും. മാത്രമല്ല, അവരാളെയും കൊണ്ടുപോകും. എന്താടി, നീ എങ്ങാനും വിളിച്ചു പറഞ്ഞിട്ടാണോ ഇവന്മാരോട് കയറിയത്? അവരപ്പച്ചിയുടെ മുറിയിൽ കയറി. മാഡം, ലോക്കറിന്റെ കീ. മോളെ, നീ ചേച്ചിയുടെ മുഖം ശ്രദ്ധിച്ചോ? എന്ത് കൂളായിട്ട് അവരവിടെ ഇരിക്കുന്നേ. ഒരു പേടിയും ഇല്ല. അതിന് അപ്പച്ചിക്ക് അറിയില്ലല്ലോ ലോക്കറിൽ ഗോൾഡ് ഇരിക്കുന്ന കാര്യം.